ഹലോ ഗൈസ്, ഇപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മളൊരു ബസ് എടുക്കാൻ പോവാണ്. അത് കൊമ്പൻ ബസ് ഒന്നല്ല, നമ്മളൊരു ബസ് എടുത്തിട്ട് അത് ഫുള്ളി മോഡിഫിക്കേഷൻ ചെയ്ത് കൊമ്പൻ്റെ അതേ രൂപത്തിലാക്കാൻ പോവാണ്. സംഭവം എന്ന് വെച്ചാൽ കൊമ്പൻ്റെ ബസ്സുകളൊന്നും ഇനി സെയിലിനില്ല അത്ര ഗൈസ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു നോർമൽ ബസ് എടുക്കും. എന്നിട്ട് അത് നമ്മളെ ഇവിടെ ഒരു ചേട്ടനുണ്ട് അറിയണേ, അപ്പോൾ ആളോട് പറഞ്ഞിട്ട് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കൊമ്പൻ്റെ ഒരു മോഡലാക്കി എടുക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ആവുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 കംപ്ലീറ്റ് പരിപാടികളൊക്കെ ആള് സെറ്റാക്കിയാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പിന്നെ ഇവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് കണ്ടുവച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് എടുക്കാൻ നേരം പോവാ. അപ്പം എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം, എന്നിട്ട് കാണാം. പിന്നെ നമ്മളെ ഷിൻജാൻ വീട്ടിലില്ല, അവൻ എന്തായാലും ക്ലാസ്സിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ ശല്യം സഹിക്കേണ്ടി വരില്ല. നമ്മളെ ബൈക്ക് എന്തായാലും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൻ മറ്റേ കാർട്ടിലാണ് പോയി, മറ്റേ ഞാനന്ന് അവനക്ക് ഗിഫ്റ്റ് കൊടുത്തല്ലോ. അപ്പോൾ ആ വീഡിയോ കാണാൻ ഞാൻ അവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ അവനക്ക് അന്ന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തൊരു ചെറിയ വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ് അവന് ക്ലാസ്സിനൊക്കെ പോണത്. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ വണ്ടി ഒന്നും ഓടിച്ചുകൊണ്ട് സീനൊന്നുമില്ല ഗൈസ്. അതുകൊണ്ട് അവനെ സേഫായിട്ട് അതിൽ പറഞ്ഞേക്കും. പിന്നെ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേക റോഡൊക്കെ ഉണ്ട് ഹൈവേയിൽ. അതുകൊണ്ടാണ് നമ്മൾ അവനെ എത്ര ധൈര്യത്തിൽ പറഞ്ഞേക്കണത്. അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടാക്കി കൊടുക്കേണ്ടി വരുവാണ് സ്കൂളിലോട്ട്. പിന്നെ എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമ്മൾക്ക് ഇന്ന് തന്നെ 70K അടിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 70K അല്ല അതിനപ്പുറം അടിക്കാം. പിന്നെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചേക്ക്. ജസ്റ്റ് 1 ലൈക്ക് അല്ലേ നിങ്ങൾക്ക് തരേണ്ടുള്ളൂ. നമ്മൾ ലൈക്ക് ടാർഗറ്റ് 50 likes ആണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നേരെ ആ ബസ്സിൻ്റെ സ്ഥലത്തോട്ട് പോവാം. എടാ മച്ചു, നമ്മൾ ഈ ബസ്സിന് ഇനി വില കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് നിങ്ങൾ ഈ പൈസ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കേ. എടുക്കാം. നമുക്ക് എന്തായാലും ബസ് കാണാൻ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇതാണ് നമ്മൾ എടുക്കാൻ പോണ ബസ്. അപ്പോൾ നമുക്ക് ഇതിലൊരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാലാ ചേട്ടാ? പിന്നെ നമുക്കിതൊരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയാലോ? അതിനെന്താ മച്ചു, ചാനൽ കാണുന്നവരോടെ സബ്സ്ക്രൈബും പിന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ പറയും. എന്നാലേ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടാൻ പറ്റുള്ളൂ. പിന്നെ ഗൈസ്, നിങ്ങൾ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ഇതൊക്കെ ചെയ്യേ എന്നാലേ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടാ അവരതൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്ക്. എന്നാ കയറി മച്ചു വണ്ടിയിൽ. ഞാൻ എന്തായാലും എപ്പുറത്ത് കയറാം. നമുക്ക് വണ്ടിയുടെ എല്ലാ സെറ്റപ്പ് ഒന്ന് അടിച്ചു നോക്ക്. ഞാൻ എന്തായാലും വണ്ടിയൊക്കെ നോടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. വണ്ടി കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇതിന്റെ പെയിന്റിങ് ആയാലൊക്കെ ഇഷ്ടപ്പെട്ട്. നമുക്ക് എന്തായാലും ഇതിന്റെ ഇന്റീരിയർ ഒന്ന് പോയി നോക്കി വെക്കാം. ഓക്കെ, ഇതിന്റെ ഇന്റീരിയറും കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ഒക്കെ തന്നെയാണ്. നമ്മളെ ചേട്ടൻ അത്യാവശ്യം സൂക്ഷിച്ചിട്ട് എടുത്തിട്ടുള്ള വണ്ടി തോന്നുന്നു. നമുക്ക് എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് പോയി വെക്കാം. ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ല ബ്രേക്കൊക്കെ തന്നെ കേട്ടോ. ഞാൻ എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് ഇതിന്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയാന്ന് നോക്കട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് കാണാം. ഗൈസ്, വണ്ടി സീനൊന്നുമില്ല, പക്കാ നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഈ വണ്ടിയാണ് ഗൈസ് നമ്മൾ കൊമ്പന്റെ മാതിരി ആക്കി എടുക്കാൻ പോണ വണ്ടി. ഇതിന് ഇന്റീരിയർ നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നീറ്റാണ്. അപ്പുറത്തെ ഡോർ വഴി പാസഞ്ചേഴ്സിന് ഉള്ളിലേക്ക് കയറാനാണ്. നമ്മളിത് ഓട്ടം ഒന്നും ഓടില്ല, നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നൊരു വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം മൈക്കിളിനെ എല്ലാവരും കൂട്ടിയിട്ട് ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊമ്പൻ്റെ രീതിയിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൂടി, എന്നാലേ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ വണ്ടി പണി തിറക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഇത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഗ്യാരേജ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കാം. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ചങ്ങായി ഇത് എവിടെയാണ്? എവിടേക്കോ വരാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ റോഡ് ക്രോസിങ് മതിയാടാ. റോഡ് ക്രോസ് ചെയ്തത് ഞാൻ പോയിട്ട് ഇനി കടന്നാൽ മതി. ഓക്കെ, ഇവിടെ ഈ സൈഡിൽ നിർത്തിയിടാനല്ലേ പറഞ്ഞ്. ചെങ്ങായിനെ കാണാമല്ലോ ഇവിടെ. ഇയാളിത് ഏത് വായലാണ് പോയി കിടക്കണ്? ഓക്കെ, നമുക്ക് എന്തെങ്കിലും വണ്ടി ഇവിടെ ഇട്ടിട്ട് ആൾക്കൊന്ന് വിളിച്ചു നോക്കാം. എന്നാലും ഇപ്പം ചെങ്ങായി ഇത് എവിടെയാണ്? വിളിച്ചു നോക്കണ്ട, അവിടെ വരേക്കും. ഇതാ പോണ്. എന്താണ് ആശാനെ, എത്ര നേരം നമ്മളിവിടെ വന്നിട്ട്? എടാ ഇത്ര പെട്ടെന്നൊന്നല്ല, ഞാൻ വരുമ്പോ അങ്ങോട്ട് കേറുണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് എങ്ങനെ തള്ളൂന്ന്? അതൊക്കെ പോട്ടെ മാഷെ, നമുക്ക് വണ്ടി ഒന്ന് സെറ്റ് ആക്കണം. ഇതാണ് നമ്മൾ കൊമ്പനാക്കി എടുക്കാൻ പോണ വണ്ടി. ഇതെങ്ങനെയാവും? വണ്ടി കണ്ടിട്ട് എനിക്ക് ഇതൊരു 2-3 മാസമൊക്കെ എടുക്കും. അത്രക്കുള്ള പണിയുണ്ട്. ഇതിന്റെ ടൈലാമ്പൊക്കെ മാറ്റി സെറ്റാക്കി എല്ലാം എടുക്കണമെങ്കിൽ ഒരു 4-5 മാസമൊക്കെ എടുക്കും. നീ എന്തായാലും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാൻ എത്ര വേണമെങ്കിലും, പക്ഷെ അതിനുള്ളിൽ നമുക്കിത് സെറ്റാക്കി തരണം കേട്ടോ. അല്ലെങ്കിൽ ആകെ ഇതാവേ, നമുക്കിത് പെട്ടെന്ന് കിട്ടണേ. ഓടോ, എനിക്ക് മാക്സിമം സ്പീഡിൽ പണി ചെയ്ത് ഇറക്കിയാൽ നോക്കാം. നീ എന്തായാലും വെയിറ്റ് ചെയ്യണം. ക്യാഷ് ഒക്കെ എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, 10 ലക്ഷമാണ് നമ്മൾ കരാർ എടുത്തിരിക്കണത്. അത് തരണം കൃത്യമായിട്ട്. ഓക്കെ, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് തരും. ഇതിന്റെ പണി കഴിഞ്ഞ് എന്താണ് കൈ തരുന്നത് അന്ന് തന്നെ അതിന്റെ പണി അല്ല പൈസ ഞാൻ തരും. ഓക്കെ, വണ്ടി എന്തായാലും ഇവിടെ ഇട്ടിട്ട് പോയിക്കോ. നീ എന്തായാലും ഒരു ടാക്സി വിളിച്ചു പോയിക്കോ. വണ്ടി എന്തായാലും ഞാൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ച് അന്നെ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, അവിടെ ഒരു ടാക്സി ഉണ്ട്. ഹലോ ടാക്സി. നമുക്ക് ഞാൻ എന്തായാലും നേരെ വീട്ടിലോട്ട് പോയി ടാക്സിയിൽ.
ഈ സംഭവം എന്തായാലും നമ്മള് ഷിൻജാനോട് പറഞ്ഞിട്ടില്ല. ഓനോട് പറയാണ്ട് നമ്മള് സർപ്രൈസ് ആക്കിയിട്ട് ആ വണ്ടി പണി ചെയ്തിറക്കുമ്പോ കണ്ടാ മതി. സർപ്രൈസ് ആണ് ഗൈസ്. ആരോടും പറഞ്ഞിട്ടില്ല ഈ വണ്ടി എടുത്ത കാര്യം. ഞാനും ഇപ്പൊ മോഡിഫിക്കേഷൻ ചെയ്താൽ കൊടുത്ത ആള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഗൈസ്. വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ചങ്ങായി മൈക്കിളിനോട് വല്ല പറയാണ്ടിരുന്നാൽ മതി. പിന്നെ പാട്ടാവും. മൈക്കിളിനോട് പറഞ്ഞാൽ ഇവിടെ പാട്ടാവും. അതുകൊണ്ട് പറയാണ്ട് നമ്മള് നോക്കണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഷിൻജാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അടിയൊന്ന് പോയേക്കാം. എവിടെയെന്ന് ഫ്രാങ്ക്ലേക്കാ? ഞാൻ അത്ര നേരം ഇവിടെ വന്നിട്ട് എവിടെയെന്ന് ഫ്രാങ്ക്ലേക്കാ പറയും. എന്താ എന്റെ വർത്താനം ഇങ്ങനെ? എന്താണ് ഉറക്കത്തിൽ നിന്ന് അടിച്ച ആൾക്കാരെ പോലെ? അതിന് ഞാൻ ഉറങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള ഫ്രാങ്ക്ലേക്ക് എന്താണ്? ഈ ഷെയ്ത്താനൊക്കെ കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു. അല്ലെങ്കിൽ ഒറ്റക്ക് പോയി മന്തി അടിച്ചിട്ട് വരായിരുന്നു. എന്തായാലും ആവട്ടെ, ഇനി ഇവനും ഉണ്ടാവും കൂടെ. നമുക്ക് എന്തായാലും രാത്രി പോയി പെരി പെരി മന്തി കള ഷിൻജാൻ എങ്ങനെയാണ്? എന്താണ് ഫ്രാങ്ക്ലേക്ക്? ഞാൻ കേട്ടില്ല. ഇപ്പൊ എന്താ എന്റെ ഉറക്കക്ഷീണൊക്കെ പോയാ? അതൊക്കെ പോയി. മന്തിന്ന് പറഞ്ഞപ്പോഴേ പോയി. അപ്പൊ കേട്ടില്ല കള്ള. എന്തായാലും ആവട്ടെ, നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഷിൻജാൻ എനിക്ക് എന്തെങ്കിലും പറയാണ്ടി പറയടാ. എന്ത് പറയാന്, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ്. ആഗ്രഹമാണ് ഗസ്റ്റുകൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. 50 ലൈക്ക് അടിക്കണം എന്നൊരു ആഗ്രഹമാണ്. നിങ്ങൾ എല്ലാരും ലൈക്ക് അടിക്കണം കൈസ്. എന്താണ് കൈസ് ഇങ്ങളൊക്കെ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് 100K അടിക്കണം കൈസ്. എന്താണ് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ കമന്റിൽ റെഡ് ഹാർട്ട് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളെ പറ്റിക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.